നമസ്കാരം. CPM-നെ ഇക്കുറി ഇത്ര വലിയ പരാജയം സമ്മാനിച്ചത് മരുമകൻ റിയാസിനോടുള്ള ഒരു ഇഷ്ടമാണോ? അങ്ങനെയാണ് എന്നാണ് ഇപ്പോൾ വിലയിരുത്തൽ വരുന്നത്. മലബാറിൽ ന്യൂനപക്ഷത്തിന് പുറകെ പോയതോടെ പരമ്പരാഗത വോട്ടുകളെല്ലാം CPM-നെ കൈവിട്ടു അത്രേ. 5 കൊല്ലം മുമ്പും സംഭവിച്ചത് ഇത് തന്നെ. പാർട്ടി ഇടപെട്ട തിരുത്തലുകൾ നടത്തി. ഇതോടെ തദ്ദേശത്തിലും നിയമസഭയിലും CPM-നും ഇടതുപക്ഷത്തിനും നേട്ടമുണ്ടാക്കി. എന്നാൽ ഇതിനെ വീണ്ടും മുസ്ലിം ലീഗിനെ അടക്കം പ്രീതിപ്പെടുത്തുന്ന നടപടികളുമായി തുലച്ചു. ഇതോടെ വീണ്ടും പരമ്പരാഗത വോട്ടർമാർ കൈവിട്ടു പോകുന്ന അവസ്ഥ വന്നു. സമസ്തയിൽ അടക്കം ഇടപെട്ട് നടത്തിയ നീക്കങ്ങളെല്ലാം ദോഷം ചെയ്തു എന്ന് വേണം പറയാൻ. തിരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്യുമ്പോൾ മുസ്ലിം ലീഗിന് കരുത്തു കൂടുകയും ചെയ്തു. ന്യൂനപക്ഷ വോട്ടുകൾ വലിയ തോതിൽ കോൺഗ്രസിന് അനുകൂലമായി. ഇതിന് തെളിവായി CPM കാണുന്നത് ഗുരുവായൂരിലെ വോട്ട് കണക്കാണ്. ഇതിനൊപ്പം സൈബർ സഖാക്കളുടെ അമിത ഇടപെടലുകളും വിനയായി. സുരേഷ് ഗോപിയെ കിട്ടുന്ന അവസരത്തിലെല്ലാം സൈബർ സഖാക്കൾ കളിയാക്കി. ഒരർത്ഥത്തിൽ ഈ കളിയാക്കലുകൾ സുരേഷ് ഗോപിക്ക് അനുകൂലമായ തരംഗവും ഉണ്ടാക്കി. ഇത്തരം ഇടപെടലുകൾ പാടില്ലെന്ന് പലവട്ടം CPM സൈബർ സഖാക്കൾ നിർദ്ദേശം നൽകിയതാണ്. ശബരിമല പ്രക്ഷോഭ കാലത്തേതിന് സമാനമായ വീരവാദങ്ങൾ ഇത്തവണയും ഉണ്ടായി. അത് ഇനി ആവർത്തിച്ചാൽ തദ്ദേശത്തിലും നിയമസഭയിലും കൂടി തിരിച്ചടി വരും. അതുകൊണ്ട് തന്നെ തോൽവിയുടെ യഥാർത്ഥ കാരണം കണ്ടെത്തി തെറ്റു തിരുത്താനാണ് നീക്കം. സൈബർ സഖാക്കളിൽ നിന്നും കൃത്യമായ അകലം പാലിച്ച മന്ത്രി K രാധാകൃഷ്ണൻ ആലത്തൂരിൽ ജയിക്കുകയും ചെയ്തു. തൃശൂരിൽ BJP-യുടെ സുരേഷ് ഗോപിയാണ് ഒന്നാമൻ. VS സുനിൽകുമാർ രണ്ടാമതുമെത്തി. തൃശൂരിൽ മുസ്ലിം വോട്ടുകൾ കൂടുതലുള്ളത് ഗുരുവായൂരിലാണ്. ഈ മണ്ഡലത്തിൽ ഒന്നാമതെത്തിയതാകട്ടെ K മുരളീധരനും. ഇതിൽ നിന്ന് തോറ്റു തുന്നം പാടിയ മുരളീധരന് അനുകൂലമായി പോലും മുസ്ലിം സമുദായത്തിൽ വികാരമുണ്ടായി. എന്തുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിന് അനുകൂലമായി വന്നില്ലെന്ന ചോദ്യം പ്രസക്ത ചർച്ചകൾക്ക് വഴിവെക്കും. കണ്ണൂരിലും വടകരയിലും കാസർഗോഡും കോഴിക്കോടും പാലക്കാടും വമ്പൻ വിജയങ്ങൾ കോൺഗ്രസിന് കിട്ടി. ഇവിടെയെല്ലാം മുസ്ലിം ന്യൂനപക്ഷം കോൺഗ്രസിനൊപ്പമായി. മലപ്പുറത്തും പൊന്നാനിയിലും മുസ്ലിം ലീഗിന് റെക്കോർഡ് വിജയമുണ്ട്. കേരളത്തിലെ എല്ലാ മുസ്ലിം ന്യൂനപക്ഷ മണ്ഡലങ്ങളിലും കോൺഗ്രസ് മുന്നണിക്ക് തന്നെയായിരുന്നു നേട്ടം. സമസ്തയെ ഭിന്നിപ്പിച്ചും മുസ്ലിം ലീഗിനെ അടുപ്പിച്ചും UDF-നെ തകർക്കാനുള്ള നീക്കമൊന്നും വോട്ടിൽ പ്രതിഫലിച്ചില്ല. ഈ നീക്കത്തെ മരുമകൻ ഇഫക്റ്റ് എന്നാണ് CPM-ലുള്ളവർ തന്നെ വിശേഷിപ്പിക്കുന്നതും. ഇതു കാരണം പരമ്പരാഗത ഹിന്ദു വോട്ടുകൾ കൈവിട്ടു പോവുകയും ചെയ്തു. ആലപ്പുഴയിലും ആറ്റിങ്ങലിലും ഇത് വലിയ തോതിൽ ദൃശ്യമായി. ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ് ജയിച്ചു കയറിയത് വടക്കുളം മരുമകൻ പരീക്ഷണത്തിന്റെ തിരിച്ചടിയാണെന്ന വിലയിരുത്തൽ സജീവമാണ്. വടകരയിലും കണ്ണൂരും കാസർഗോഡും ന്യൂനപക്ഷ വോട്ടുകളെല്ലാം കോൺഗ്രസിന് മികച്ച വിജയങ്ങളും നൽകി. ഇതോടെ വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന അവസ്ഥ വന്നു. 2019-ൽ CPM-ന് കിട്ടിയതിനേക്കാൾ 1% വോട്ട് മാത്രമേ കുറഞ്ഞുള്ളൂ എന്നാണ് CPM സെക്രട്ടറി MV ഗോവിന്ദൻ പറയുന്നത്. എന്നാൽ ശബരിമല ഇഫക്റ്റിൽ CPM-ന്റെ അടിത്തറ മുഴുവൻ 5 കൊല്ലം മുമ്പത്തെ തിരഞ്ഞെടുപ്പിൽ ഇളകിയിരുന്നു. അവിടെ നിന്നും വീണ്ടും 1% കുറയുകയാണ്. അതായത് ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവിയാണ് ഇത്തവണയുണ്ടായതെന്ന വിലയിരുത്തൽ സജീവമാണ് CPM-നുള്ളിൽ തന്നെ. വടകരയിലെ KK ശൈലജയുടെ വമ്പൻ തോൽവിക്ക് കാരണം പാർട്ടിക്കുള്ളിൽ ഉള്ളവരാണെന്ന വാദവും സജീവമാണ്. ഷാഫി പറമ്പിലിനെതിരെ ആളിക്കത്തിക്കാൻ ചിലർ വർഗീയതയെ കൂട്ടുപിടിച്ചു. അതും പൊളിഞ്ഞു. അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കിയ EP ജയരാജനെതിരെയും CPM-ൽ വികാരമുണ്ട്. എന്നാൽ അതിലെല്ലാം ഉപരി അടിസ്ഥാന വോട്ട് ബാങ്കിനെ പിണക്കിയതാണ് തിരിച്ചടിയായതെന്ന വിലയിരുത്തലാണ് CPM-ലെ വലിയൊരു വിഭാഗത്തിനുമുള്ളത്. നന്ദി.